എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ 3 സിനിമകളുടെ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയഗണേഷ് എന്ന സിനിമകളുടെ 10ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും 9 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ഫഹദിനെ നായകനാക്കി ജിത്തു മാധവന്റെ സംവിധാനത്തിൽ വമ്പൻ തരംഗമായി വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണല്ലോ ആവേശം. 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 31 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 73 കോടി രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 10ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ചിത്രം കഴിഞ്ഞ ആഴ്ചയിലെ വർക്കിംഗ് ഡേയ്സിനേക്കാൾ ഗംഭീരമായ ഒരു കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. 2.5 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ 10ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഏകദേശം 4.5 കോടി 5 കോടി റേഞ്ചിൽ നേടുന്നതാണ്. ഇന്നലെല്ലാം തന്നെ ആവേശം എന്ന സിനിമയ്ക്ക് ഫാസ്റ്റ് ഫിലിം ഷോകളായിരുന്നു ചിത്രത്തിന് കാണാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ 10ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10 ദിവസങ്ങൾ കൊണ്ട് ആവേശം എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 കോടിയിലേക്ക് എത്തുന്നതാണ്. ഇന്നും ചിത്രത്തിന്റെ 2ാം ഞായറാഴ്ചയാണ്. ഇന്നും ചിത്രത്തിന് ഗംഭീരമായ ഒരു ബുക്കിംഗും ഫാസ്റ്റ് ഫിലിം ഷോകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരടങ്ങുന്ന വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കൂടിയായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ചിത്രത്തിന്റെ 10ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 23 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 10ാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മികച്ചൊരു കളക്ഷനാണ് നേടിയെടുക്കാൻ പോകുന്നത്. 9ാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 82 ലക്ഷത്തിന് മുകളിൽ രൂപയെന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ 10ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 92 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 9ാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1 കോടി 70 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 10ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 25 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 9 ദിവസം കൊണ്ട് 60 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 10ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം 65 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. 11ാം ദിവസമായി ഇന്ന് ചിത്രത്തിന് ഇന്നലത്തേക്കാൾ ഗംഭീരമായ ഒരു ബുക്കിംഗ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ജയഗണേഷ്. തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന് വലിയ രീതിയിലൊരു ബോക്സ് ഓഫീസ് ചലനമൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിൽ ചിത്രം ഈ ആഴ്ച ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയിരുന്നു. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നാം പ്രതീക്ഷിച്ച പോലെ ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനമാണ് കാണാൻ സാധിക്കുന്നത്. 9ാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 6 ലക്ഷത്തിന് മുകളിൽ രൂപയെന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ 10ാം ദിവസമായി ഇന്നലത്തെ ശനിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 10 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 20 ലക്ഷത്തിന് മുകളിൽ രൂപയായിരിക്കും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്നത്. ഇതോടുകൂടി 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 2 കോടി 90 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ആഴ്ച വിദേശ രാജ്യങ്ങളിലേക്ക് റിലീസ് എത്തിയ ജയഗണേഷ് എന്ന സിനിമയ്ക്ക് അവിടെ നിന്നും 25 ലക്ഷം രൂപയാണ് ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ നേടാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ജയഗണേഷ് എന്ന സിനിമ 10 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3 കോടി 25 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിദേശ രാജ്യങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി.